പന്തളത്ത് വിജയിച്ചത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ കൈയടക്കം. ഭരണം കൈവിട്ടു പോകുമായിരുന്ന സാഹചര്യത്തെ ആയാസം ഏറെ വേണ്ടി വന്ന നീക്കങ്ങളിലൂടെയാണ് അവർ തിരികെ പിടിച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് അച്ഛൻകുഞ്ഞ് ജോണും വൈസ് ചെയർമാനായി യു രമ്യയും തിരഞ്ഞെടുക്കപ്പെട്ടു. ഇരുവർക്കും സ്വതന്ത്ര അംഗത്തിൻ്റെതടക്കം 19 വോട്ടുകൾ കിട്ടി. പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഭരണം നടത്തും എന്നാണ് എൻ്റെ വിശ്വാസം. ആ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മാക്സിമം പരിശ്രമിക്കും. ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വോട്ട് അസാധുവാക്കിയ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം പ്രതിനിധി വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിലെത്തിയില്ല. UDF-ലെ 4 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ജനറൽ സീറ്റിൽ ആദ്യം പട്ടികജാതി വനിതയെ പരീക്ഷിച്ച BJP ഇക്കുറി മതന്യൂനപക്ഷത്തെ ഒപ്പം നിർത്താനുള്ള ശ്രമം കൂടിയാണ് നടത്തിയത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള പന്തളം നഗരസഭയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ശ്രീ അച്ഛൻകുഞ്ഞ് ജോണിനെ ചെയർമാനാക്കിക്കൊണ്ട് ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനമാണ് ഭാരതീയ ജനതാ പാർട്ടി ഇന്നിവിടെ നൽകിയിട്ടുള്ളത്. തന്ത്രങ്ങൾ ഫലിച്ചുവെങ്കിലും വോട്ടെടുപ്പിന് തൊട്ടു മുൻപ് കൗൺസിലർമാർ 18 പേരെയും ഒരു വാഹനത്തിൽ നഗരസഭാ ഓഫീസിലെത്തിച്ച് അവസാന നിമിഷവും BJP അവിശ്വാസം പ്രകടമാക്കി. 3 ആഴ്ച മുൻപ് LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിൽ BJP കൗൺസിലർ KV പ്രഭയും സ്വതന്ത്ര അംഗം രാധാകൃഷ്ണൻ ഉണ്ണിത്താനും ഒപ്പുവെച്ചിരുന്നു. പ്രഭാവലയത്തിൽ ഭരണസമിതി രൂപീകരണത്തെക്കുറിച്ച് ആലോചനകൾ തുടങ്ങിയ LDF-ന് പക്ഷേ അവസാന ദിവസം പ്രത്യാശയ്ക്ക് വകയില്ലാതാവുകയായിരുന്നു. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.